നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. എന്നാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് ചൊവ്വാഴ്ച എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് 4.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്കും സാധ്യതയുണ്ട്. തീരമേഖലയിൽ രൂക്ഷമായ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. 19-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. മഴ തുടങ്ങിയതോടെ യാത്രാ ദുരിതവും വർദ്ധിച്ചു. റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യവും ശക്തമായി. പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. മഴ തുടങ്ങിയതോടെ പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. റൂട്ടിൽ രൂപപ്പെട്ട കുഴികളിലെല്ലാം വലിയ തോതിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. വാഹനയാത്രക്കാർക്കൊപ്പം കാൽനട യാത്രക്കാർക്കും വലിയ ദുരിതമാണ് പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച സൃഷ്ടിക്കുന്നത്. പട്ടാമ്പി നിളാശുപത്രി മുതൽ IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണം ഇനി ടൗണിലാണ് നടപ്പാക്കാനുള്ളത്. ഇത് നടപ്പാക്കാൻ സമയമെടുക്കും. ഈ സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന ടൗണിലെ റോഡ് ഗതാഗതയോഗ്യമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. റോഡ് തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്കാണ് രൂപം നൽകുകയെന്ന് കോൺഗ്രസ് നേതാക്കളായ KR നാരായണസ്വാമി, C സംഗീത, K ബഷീർ എന്നിവർ അറിയിച്ചു. പട്ടാമ്പി ടൗണിലൂടെ യാത്ര ചെയ്ത് ഒരു ഹാർട്ട് പേഷ്യന്റ് പോകണമെങ്കിൽ ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ യാത്രാ ക്ലേശം വരികയാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ PWDയുടെ ചാലും ഇതിന് മണ്ണെടുത്തിട്ടും പല ഭാഗത്തും അശാസ്ത്രീയമായിട്ടും അതൊക്കെ ഒലിച്ചു വന്നിറക്കുകയാണ്. മേലേന്ന് പണി കഴിഞ്ഞ ഭാഗത്തുള്ളതൊക്കെ ചാലുകൾ, ഡ്രെയിനേജൊക്കെ തകരാറായി കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം റോഡിലേക്ക് കയറാണ്. റോഡ് മുഴുവൻ ഇപ്പം കുണ്ടും കുഴികളാണ്. പട്ടാമ്പിലെ 2 കിലോമീറ്റർ ദൂരം 3, 4, 5 തലത്തിൽ വാഹനങ്ങൾ വെട്ടിച്ച്, ബൈക്ക് ഒരു ഭാഗത്തേക്ക്, കാർ ഒരു ഭാഗത്ത് വെട്ടിച്ച് ഉണ്ടാവുന്ന അപകടങ്ങളും തണ്ടല് പൊട്ടലും വേറെ അത് കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വലിയ തുക ടാക്സ്, ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും വൻതുക ടാക്സ് ഗവൺമെന്റ് മുൻകൂട്ടി മേടിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങളാണ് ആ നല്ല ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ എന്നുള്ളത്. അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിയുടെ പരിസരത്തുള്ള മണ്ഡലങ്ങളൊക്കെ നമുക്ക് മറ്റ് MLA-മാരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കാണുന്ന റോഡിന് ഫണ്ട് പാസ്സാക്കുമ്പോൾ തന്നെ അവിടെ താൽക്കാലികമായിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുക. അതായത് നിലവിലുള്ള കുഴികളും കുണ്ടുകളൊക്കെ അടയ്ക്കുന്ന സംവിധാനം കൂടി അതിനുകൂടി പ്രൊവിഷൻ വെക്കാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പട്ടാമ്പി ഒരു നാഥനില്ലാത്തൊരു കളരിയാണ്. ഒരു ഉത്തരവാദിത്വം MLA-ക്കുമില്ല, ഒരു ഉത്തരവാദിത്വം സർക്കാരിനുമില്ല, മറ്റ് ജനപ്രതിനിധികൾക്കുമില്ല. ജനങ്ങൾ ഇങ്ങനെ ഈ ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് കിടക്കുകയാണ്. നവീകരണത്തിന് പിന്നാലെ പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ തകർച്ച. പടിഞ്ഞാറേ കൊടുമുണ്ട ഭാഗത്താണ് റോഡിൽ വലിയ തോതിലുള്ള വിള്ളൽ അനുഭവപ്പെട്ടത്. ഇതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങി. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിലാണ് തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. പടിഞ്ഞാറേ കൊടുമുണ്ട ഭാഗത്തെ ഇറക്കത്തിനോട് ചേർന്നാണ് 100 മീറ്ററോളം ഭാഗത്ത് റോഡ് തകർന്നിരിക്കുന്നത്. വലിയ വിള്ളലാണ് ഇവിടെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത്. 2 കോടിയോളം രൂപ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഒരു വശം വിണ്ട് താഴ്ന്ന നിലയിലുമാണ്. ഒരു വശത്തുകൂടെ മാത്രമാണ് ഇപ്പോൾ വാഹന ഗതാഗതം നടത്താനാവൂ. നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിന് കാരണമെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങി. റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കാങ്കത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് നിസാർ അധ്യക്ഷനായിരുന്നു. ഷംസുദ്ദീൻ, റിഷാദ് ബാബു, വാസുദേവൻ നമ്പൂതിരി, രാമദാസ് പരുതൂർ, അലി, പ്രകാശൻ ചാഞ്ചേരി, ഉണ്ണി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. റോഡുകളെല്ലാം വിണ്ട് കയറി. മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഴിമതിയുണ്ട് റോഡ് പണിയിൽ. പ്രതികരിക്കൂ. റോഡ് എടുത്തിട്ടോ, റോഡിന്റെ പിള്ളേർ എടുത്തോ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കുരിയാട് മോഡൽ പരിതൂരിലും കിട്ടിയ ഫണ്ട് പോക്കറ്റിൽ
പോക്കറ്റിലാക്കി കിട്ടിയ ഫണ്ട് പോക്കറ്റിലാക്കി കിട്ടിയ ഫണ്ട് പോക്കറ്റിലാക്കി കിട്ടിയ ഫണ്ട് പോക്കറ്റിലാക്കി ടെൻഡർ പോലും വിളിക്കാതെ ടെൻഡർ പോലും വിളിക്കാതെ ടെൻഡർ പോലും വിളിക്കാതെ ടെൻഡർ പോലും വിളിക്കാതെ തൃത്താല വി കെ കടവ് റോഡിൽ പൊട്ടിവീണ മരത്തിനടിയിൽപ്പെടാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് മരം പൊട്ടിവീഴുന്നത്. തൃത്താല വി കെ കടവ് റോഡിൽ ഫെഡറൽ ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കായാണ് മരം വീണത്. ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി. കനത്ത മഴയിൽ പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് കുണ്ടിൽ മരം റോഡിലേക്ക് കടപുഴകി വീണു. ആളപായമില്ല. ഈ സമയം റോഡിൽ വാഹനമില്ലാതിരുന്നതും അപകടം ഒഴിവായി. കൊപ്പം പുലാമന്തോൾ പാതയിലെ കരിങ്കനാട് കുണ്ടിൽ റോഡരികിൽ നിന്നിരുന്ന മരം പൊട്ടി വീണ് അപകടം. ആളപായമില്ല. റോട്ടിലേക്കാണ് മരം പൊട്ടി വീണത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം റോട്ടിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 100 കണക്കിന് വാഹനങ്ങൾ നിമിഷം തോറും കടന്നുപോകുന്ന പാത കൂടിയാണ് ഇത്. നിരവധി മരങ്ങൾ ഈ പാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ചില്ലകൾ വെട്ടണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് മറിഞ്ഞ അപകടം. ദേശീയപാത 6 വരി പാതയിൽ രണ്ടത്താണിയിലാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. മറിഞ്ഞ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പട്ടാമ്പി ടൗണിലെ സിഗ്നൽ ലൈറ്റ് തകർന്ന് വീണു. ആളപായമില്ല. വലിയ അപകടമാണ് ഒഴിവായത്. പട്ടാമ്പി ടൗണിലെ SPI ജംഗ്ഷനിലെ വലിയ ജുമാ മസ്ജിദിന് മുൻവശത്തെ സിഗ്നൽ ലൈറ്റാണ് റോഡിലേക്ക് മറിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു സംഭവം. തിരക്കേറിയ സമയമായിരുന്നെങ്കിലും വാഹനങ്ങളുടെ മുകളിലേക്ക് ഇത് വീഴാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പട്ടാമ്പി പോലീസും വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് റോഡിൽ നിന്നും സിഗ്നൽ ലൈറ്റ് നീക്കം ചെയ്തു. അരമണിക്കൂറോളം പാതയിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പഴയ മാർക്കറ്റ് ജംഗ്ഷൻ സമീപത്ത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനരഹിതമല്ല. ഏറെക്കാലമായി ഇത് ഇവിടെ സ്ഥാപിച്ചിട്ട് ഇതാണ് ഇപ്പോൾ തകർന്നു വീണത്. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ നേതൃത്വത്തിൽ TP ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും വിദ്യാഭ്യാസ അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാവും ദീർഘകാലം സെക്രട്ടറിയുമായിരുന്ന TP ഉണ്ണികൃഷ്ണൻ എന്ന കുന്നത്തേരിക്കാരുടെ സ്വന്തം TP മാഷിന്റെ 2ാം ചരമവാർഷികവും ഉന്നത വിജയികളെ അനുമോദനവും കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ KECB റിട്ടയർഡ് സൂപ്രണ്ട് C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV രജീഷ് കുമാർ അധ്യക്ഷനായി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ മുഖ്യാതിഥിയായി. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ മുൻ മേധാവി ഡോക്ടർ PN ജഗദീഷ് കുമാർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും നൽകി. തുടർന്ന് SSLC, +2 തുടങ്ങി വിവിധ പരീക്ഷകളിൽ വിജയികളായവർക്ക് അനുമോദനവും TC അൽത്താഫ് മെമ്മോറിയൽ അവാർഡ്, ഹരീഷ് മെമ്മോറിയൽ അവാർഡ്, TP ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ അവാർഡ്, അംബേദ്കർ വെൽഫെയർ കമ്മിറ്റി നൽകുന്ന TP മെമ്മോറിയൽ അവാർഡ് എന്നിവ വിതരണവും നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്താല മേഖലാ ഭാരവാഹി VM രാജീവ് മാസ്റ്റർ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, എംപ്ലോയബിലിറ്റി സെന്റർ തൃശൂർ മുൻ മേധാവി ഡോക്ടർ PN ജഗദീഷ് കുമാർ, KECB വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹി മണികണ്ഠൻ AT, ശ്രീഭദ്ര കുടുംബശ്രീ സെക്രട്ടറി ഉഷ PT എന്നിവർ സംസാരിച്ചു. പൗർണമി കലാസമിതി സെക്രട്ടറി KK പ്രഭാകരൻ സ്വാഗതവും പ്രസിഡന്റ് സുജിത രാജു നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് വായനശാല ഭാരവാഹികളായ KK കുമാരൻ, KK ദാസൻ, TS സുബ്രഹ്മണ്യൻ, KA രാമകൃഷ്ണൻ, സുരേഷ് ബാബു, മുരളി KK, മാജിദ RS, KC നിമേഷ്, KA ശ്രീതു, കാവ്യ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ടൗൺ ടീം കരിമ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഴകേറും കരിമ്പ ശുചീകരണ യജ്ഞം 2025 സംഘടിപ്പിച്ചു. പ്രതികൂല സാഹചര്യത്തിൽ 50-ൽ പരം പ്രവർത്തകർ റെയിൻകോട്ട് ധരിച്ച് വളരെ സജീവമായാണ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ വോളിബോൾ ഗ്രൗണ്ട് പരിസരം വൃത്തിയാക്കുകയും വൃക്ഷത്തൈ നടുകയും ചെയ്തത്. ഡെങ്കിപ്പനി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ടൗൺ ടീം കരിമ്പയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്.
തൃത്താല ഒതളൂർ എട്ടുകണ്ടം SNDP ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഒതളൂർ ഫോക്കസ് അക്കാദമിയിൽ നടന്ന ചടങ്ങ് SNDP ഒറ്റപ്പാലം യൂണിയൻ കൌൺസിലർ മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാഖാ പ്രസിഡന്റ് EK പ്രസാദ് അധ്യക്ഷനായി. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ രാമചന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടമ്പുള്ളി, യൂണിയൻ മുതിർന്ന നേതാക്കളായ MC ചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ മൊഴിയത്ത്, അപ്പു എന്നിവർ സംസാരിച്ചു. SNDP ഒതളൂർ ശാഖ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി EK ഷാജി സ്വാഗതവും EK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.